അപ്പോൾ നമുക്കിന്ന് ബേക്കൽ ഫെസ്റ്റിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് ഞാനും നമ്മുടെ ഫ്രണ്ട്സിലായിട്ട് പോകാൻ വിചാരിച്ചു. അവരെന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും മയങ്ങി സുന്ദരികളായി വന്നിട്ട് തോണി കയറാന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് നിർബന്ധിച്ചു. ഞാനും നിത്യാണെങ്കിൽ നല്ല പേടിയാണ്. അവർ രണ്ടാളും നല്ല പേടിയുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നടുക്ക് നിൽക്കുന്ന മനുഷ്യൻ്റെ കോൺഫിഡൻസ് ഒരു അരമണിക്കൂർ ആ തോണീനെ തന്നെ നമ്മൾ നോക്കി നിന്നു. പക്ഷെ കയറിയിട്ടാണ്. പിന്നെ കടലിൻ്റെ സൈഡിൽ നമ്മൾ വെറുതെ നടന്ന് എന്നെ കണ്ടുമുട്ടി ഫൈനലി ഇത്തിരി ആൾക്കാർ എന്നെ കണ്ടുമുട്ടി. ഇതാണ് പറയുന്നത് പ്രൂഫ് ആൻഡ് സേഫ്റ്റി നമ്മൾ കണ്ടുമുട്ടും ആൾക്കാരാണ്. ഈ ബീച്ച് ഫെസ്റ്റിവൽ നിങ്ങൾ എന്തായാലും വരണം. ഒരു വാക്കില്ല, ഒരു രക്ഷയില്ല. ആൾക്കാർ അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാർ. പോലീസ് വരാത്തവരുണ്ടെങ്കിൽ ബീച്ച് ഫെസ്റ്റിവൽ വന്നു നോക്കും. അതെ അതെ, എല്ലാം മിസ്സായി പോകും. ഇപ്പൊ ടിക്കറ്റ് അത്രേ ഉള്ളൂ. വേറെ പിന്നെ സോ ഫൈനലി നമ്മൾ തോണിയിൽ കയറാൻ തീരുമാനിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ പോവാണ്. എന്താവുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. അവസാനം ഇത് ഈ ഒരു സ്ഥിതിയിലാണ് ഉണ്ടായത്. നിത്യാണെങ്കിൽ കണ്ണുനീര് പൊഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മോ എന്തൊരു പേടിയായിരുന്നു ഗൈസ്. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാനാണുള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് നാളെ വേടൻ എല്ലാവരും വരണം. നാളെ വേടൻ വരുന്നുണ്ട് അല്ലേ ഗൈസ്. ടയേർഡായി പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി.